ശബരിമല സ്വർണ്ണക്കൊള്ള CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സായാഹ്ന ധർണ നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളി കൊണ്ട് രാജ്യം മുഴുവൻ നടന്നത് കേരള പോലീസ് അന്വേഷിച്ചിട്ട് കാര്യമില്ലെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ചൂണ്ടിക്കാട്ടി. 2019 മോഷണം ആരും അറിയാതെ നടത്തി, 25 അത് വീണ്ടും ആവർത്തിച്ച് അന്ന് എന്താണോ ചെയ്തത് അതേ കാര്യം 25 വീണ്ടും അന്ന് കട്ട സാധനങ്ങളിൽ ബാക്കിയുള്ള സ്വർണം കൂടി മോഷ്ടിക്കാനുള്ള ശ്രമം 25 നടന്നു. അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് മാസം എത്ര കഴിഞ്ഞു? സെപ്റ്റംബർ മാസത്തിലാണ് ഇത് സംഭവിക്കുന്നത്. സെപ്റ്റംബർ കഴിഞ്ഞ് നമ്മളിവിടെ നിൽക്കുന്നത് ഫെബ്രുവരിക്ക് വിട പറയാൻ കഴിഞ്ഞു. ഈ സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇത്രയും മാസം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ രൂപീകരിക്കപ്പെട്ട സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തലങ്ങും വിലങ്ങും കുറുകനെയും ആഴത്തിലും ഒക്കെ അന്വേഷിച്ചു. ഇത്രയും നാൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അന്വേഷണത്തിന് യാതൊരു കമ്മിയില്ല. എന്നിട്ട് ഇന്നിപ്പോൾ ചോദിച്ചാൽ എന്താ മോഷണം പോയി എന്നുള്ളത് വല്ല കണക്കും അവരുടെ കയ്യിലുണ്ടോ? എന്താ മോഷണം പോയത്, എത്ര പോയി, വല്ല കണക്കുണ്ടോ? ആരാണ് എടുത്തത്, വല്ല കണക്കുണ്ടോ? തൊണ്ടി മുതൽ എവിടെയാണ്? പിന്നെ എന്തന്വേഷണം ഈ നടക്കണത്? രാപ്പകല് തേരാപാരാ നടക്ക്. തൊണ്ടി മുതൽ കണ്ടെടുക്കാനായിട്ടില്ല. അതിൻ്റെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയത് ആരാണെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആരാണ് കൊണ്ടുപോയത്, എവിടേക്കാണ് കൊണ്ടുപോയത്, ഒന്നിനും ഉത്തരം കിട്ടാതെ ഇരുട്ടിൽ തപ്പുന്നു. ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ശബരിമലയിലെത്തുന്നത്. വിഷയം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടു പോകാനാണ് ശ്രമിക്കുന്നത്. ശബരിമല അയ്യപ്പക്ഷേത്രം അഗ്നിക്കിരയാക്കിയതിനെക്കുറിച്ച് അന്വേഷിച്ച കുറ്റവാളികളെ പിടികൂടുമെന്ന് വാഗ്ദാനം നൽകിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുവരെ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല. വിഷയത്തിൽ UDF-നും ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്ന് ശശികല പറഞ്ഞു. കോൺഗ്രസാണ് ദേവസ്വം വരുമാനം സനാതനത്തിനു വേണ്ടി വിനിയോഗിച്ചത് കുറ്റമാണ് എന്ന് വാദിച്ചത്. ആദ്യ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിട്ടത് കോൺഗ്രസാണ്. തിരുനാവായ കുംഭമേളയിൽ MLA-മാരോ MP-മാരോ തിരിഞ്ഞു നോക്കിയില്ല. സ്വാമി ധർമ്മചര്യ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. നമ്മളിപ്പോൾ ഈ അടുത്ത കുംഭമേളയിൽ കണ്ടു ഹിന്ദുവിൻ്റെ ഒരു ചെറിയൊരു ഉണർവ്. അത് ഒരു ധാർമ്മികമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ഉണർവല്ല, എന്തോ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഉണർവാണോ എന്ന് ശങ്കയുണ്ട്. അത് നല്ലൊരു ഉണർവായി ഹൈന്ദവ ധർമ്മത്തിൻ്റെ, സനാതന ധർമ്മത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പിന്, ഒരു നവോത്ഥാനത്തിന് കാരണമായി ഭവിക്കണം. അതിന് നമ്മളെല്ലാവരും ജാഗ്രതയുള്ളവരായി മാറണം, ഉണർവുള്ളവരായി, കണ്ണും കാതും തുറന്ന് നമ്മുടെ ചുറ്റും നടക്കുന്നത് എന്തെന്ന് അറിവുള്ളവരായി തീരണം. അതിന് പ്രത്യേകിച്ച് നമ്മുടെ ക്ഷേത്രങ്ങൾ ആരാണിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അവര് എന്തൊക്കെ കൊള്ളരുതായ്മകളും കൊള്ളകളുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. പത്രങ്ങളിലും അതുപോലെ മാധ്യമങ്ങളിലുമൊക്കെ മറ്റു മാധ്യമങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് RK മേനോൻ അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് R പാർത്ഥസാരഥി, സെക്രട്ടറി PN ശ്രീരാമൻ, C ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.